ഒരിക്കലും മക്കയിലെ ഖുറൈശികൾക്കിടയിൽ നിബിധങ്ങളെ വധിക്കാനുള്ള ഗൂഢാലോചന നടക്കുകയായിരുന്നു. അതിൽ ആരാണ് ഇത് ചെയ്യാൻ തയ്യാറാവുന്നതെന്ന അഭിപ്രായം ഉയർന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നത്. നിങ്ങൾ എവിടെ പോവുകയാണെന്ന് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഞാൻ മുഹമ്മദിനെ കൊല്ലാൻ പോവുകയാണെന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി നൽകിയത്. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്താൽ ബനു ഹാശിം പകരം നിങ്ങളെ കൊന്നുകളയെന്ന് പറയുകയും ഇത് കേട്ട് കോപാകുലനായ ഉമർ റളിയല്ലാഹു അൻഹു നീയും മതം മാറി മുസ്ലിമായിരിക്കുകയാണെന്ന് ചോദിച്ചുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ ആ തർക്കത്തിന്റെ ഇടയിൽ സഅദ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആദ്യം നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം ശരിയാക്കുമെന്ന് പറയുകയും നിങ്ങളുടെ സഹോദരിയും ഭർത്താവും മുസ്ലിമായിരിക്കുകയാണല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തു. ഇത് കേട്ട് അതീവ കോപിഷ്ഠനായ ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ സഹോദരിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അതേസമയം സഹോദരിയുടെ വീട്ടിൽ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ഇരുവർക്കും ഖുർആൻ ശരീഫ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു കതകിൽ മുട്ടിക്കൊണ്ട് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് തന്നെ ഉള്ളിൽ പോയി ഒളിക്കുകയും ചെയ്തു. ധൃതിക്കിടയിൽ ഖുർആൻ ആയത്തുകൾ എഴുതപ്പെട്ടിരുന്ന കടലാസുകൾ എടുത്ത് മാറ്റാൻ അവർ മറന്നിരുന്നു. അപ്പോഴേക്കും ഉമർ റളിയല്ലാഹു അൻഹു വീടുകളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ആരുടെ സംസാരമാണ് ഞാൻ കേട്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ അത് നിഷേധിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു സഹോദരിയുടെ ഭർത്താവിനെ മർദ്ദിക്കാൻ തുടങ്ങുകയും അതിനെ തടുക്കാൻ ശ്രമിച്ച സഹോദരിയെ അടിക്കുകയും ചെയ്തു. അടിയുടെ ആഘാതത്തിൽ താഴെയാണ് അവരുടെ മുഖത്തിൽ നിന്ന് ചോര പൊട്ടിയൊഴുകാൻ തുടങ്ങി. സഹോദരിയുടെ മുഖത്ത് രക്തം കണ്ട ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് തന്നെ ശാന്തനാവുകയും ആ കടലാസിൽ എന്താണെന്ന് കാണിച്ചു തരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഉമർ നീ അശുദ്ധനാണ്, അശുദ്ധിയോട് കൂടി ഖുർആനിലെ വചനങ്ങൾ തൊടാൻ പാടില്ല എന്നാണ് അവിടെ നിന്ന് സഹോദരി മറുപടി നൽകിയത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ശുദ്ധിയായി വന്ന ശേഷം ആ കടലാസ് ലക്ഷണമായി വായിക്കാൻ ആരംഭിച്ചു. അതിൽ തോഹ എന്ന സൂറത്തായിരുന്നു ഉണ്ടായിരുന്നത്. പാരായണം ചെയ്തുകൊണ്ടിരിക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിന് മനമാറ്റം ഉണ്ടാവുകയും തന്നെ നിമിത്തങ്ങളുടെ അടുക്കൽ കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് കേട്ട് മറഞ്ഞിരുന്ന ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ ഉമർ, ഞാൻ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാം. ഇന്നലെ നിമിത്തങ്ങൾ ഉമർ, അബൂ ജഹൽ എന്നിവരിൽ നിന്ന് ഒരാളെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്താൻ അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു. നിങ്ങളുടെ കാര്യത്തിലാണ് ആ ദുആ സ്വീകരിക്കപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു നിമിത്തങ്ങളുടെ സന്നിധിയിലേക്ക് ചെന്നുകൊണ്ട് അവിടെ നിന്ന് ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. ഈ വാർത്ത അറിഞ്ഞ അന്ന് മക്കയിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ആഹ്ലാദം പൊട്ടിപ്പുറപ്പെടുകയാണ്. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടുകളും അടിച്ചമർത്തലുകളും ആണ് മുസ്ലിങ്ങൾ ഖുറൈശികളിൽ നിന്ന് നേരിട്ടിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കടന്നുവരവ് ഇസ്ലാമിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത് മുസ്ലിങ്ങൾക്ക് വലിയ വിജയവും അദ്ദേഹത്തിന്റെ ഹിജ്റ മുസ്ലിങ്ങൾക്ക് വലിയ സഹായവും അദ്ദേഹത്തിന്റെ ഭരണം മുസ്ലിങ്ങൾക്ക് അനുഗ്രഹവുമായിരുന്നു.